ദില്ലിയിൽ വീണ്ടും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് വേട്ടയാടലിനെതിരെയാണ് സമരം. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, വീണ്ടും പ്രതിഷേധങ്ങൾക്ക് കളമൊരുങ്ങുകയാണോ? ദില്ലി ജന്തർ മന്ദറിൽ വീണ്ടും വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം എന്താണെങ്കിലും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ പ്രതിഷേധം കണ്ടതാണ്. അതിനു പിന്നാലെ ആ പ്രതിഷേധങ്ങൾ ഒന്നടങ്ങുകയും പിന്നീട് ഈ പറഞ്ഞ പോലീസ് പലയിടത്തും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നു, ഐഷി ഘോഷ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടനകൾ എന്താണെങ്കിലും ജന്തർ മന്ദറിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇത് അന്നത്തെ പോലത്തെ ഒരു അനിശ്ചിതകാല സമരമല്ല, മറിച്ച് ഒരു സൂചനാ സമരം എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്. സ്റ്റുഡന്റ് യൂത്ത് യൂണിറ്റി എന്നൊരു ബാനറിന് കീഴിൽ വിവിധ സംഘടനകൾ IC ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് AIDS ഉണ്ട്, അതോടൊപ്പം തന്നെ NTEക്കെതിരായ മറ്റ് പ്രതിഷേധങ്ങളുണ്ട്, ഒപ്പം KYS ഉണ്ട്. അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്ന കാര്യം ഈ പറഞ്ഞ പല കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ സമരങ്ങൾ അവസാനിപ്പിച്ചതെങ്കിൽ പോലും വലിയ തരത്തിൽ വിദ്യാർത്ഥികളെ പലയിടത്തും ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും അസമിലൊക്കെ പലർക്കും എതിരെ കേസെടുത്ത സാഹചര്യമുണ്ട്. കേസുകളൊക്കെ പിൻവലിക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ബീഹാറിലും പല നേതാക്കളും ഇപ്പോഴും അറസ്റ്റിലാണ്, അവർ ജയിലിലാണ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് സൂചനാ സമരം എന്ന നിലയിൽ ഇങ്ങനൊരു സമരം ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് നിലവിൽ അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഇവരെ ഇങ്ങോട്ട് കടത്തിവിടുകയാണ് ചെയ്തത്. പോലീസിന്റെ വലിയ സാന്നിധ്യം എന്താണെങ്കിൽ ജന്തർ മന്ദറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് താനും. ഇതാണെങ്കിൽ ഇത് അനിശ്ചിതകാല സമരമല്ല എന്നിവർ പറയുന്നത്, ഒരു സൂചനാ സമരമാണ്. ആവശ്യമെങ്കിൽ ഒരു വലിയ സമരമാക്കി മാറ്റാനുള്ള പദ്ധതിയൊക്കെ ഇവർക്കുണ്ട്. കാരണം പലയിടത്തും വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ആ നടപടികൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകും എന്ന നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വിവിധങ്ങളായ സംഘടനകളൊക്കെ എന്താണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് നേരത്തെ CJP തന്നെ ഈ പ്രതിഷേധങ്ങൾ അവസാനിച്ചപ്പോൾ വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നാണ്. പിന്നീട് CJPക്ക് തിരുത്തി പറയുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കാരണം ഉറപ്പുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നുണ്ട് എന്ന് നേരത്തെ കപിൽ സിബലിന്റെ വസതിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇവർ പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ CJP കേന്ദ്ര സർക്കാരിനെ ഉന്നയിച്ചതിന് പിന്നാലെയാണ് പലയിടത്തും കേസുകളടക്കം പിൻവലിക്കാനുള്ള തീരുമാനമൊക്കെ എന്താണെങ്കിലും ഉണ്ടായത്. എന്താണെങ്കിൽ ശക്തമായ നിലപാടുകളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് വിദ്യാർത്ഥി സംഘടന. അതിന്റെ ഭാഗമായാണ് ഇവരുടെ പ്രതിഷേധം എന്താണെങ്കിലും ജന്തർ മന്ദറിലേക്ക് വ്യാപകമായി നമുക്ക് ദിശയിൽ കാണാൻ കഴിയും. ഒരുപാട് പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സൊക്കെ ഇപ്പോഴും രംഗത്തുണ്ട്. അവർ വലിയ തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അനുമതി ഇല്ലെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള സമയം ഇവർ നൽകുകയായിരുന്നു. അനുമതി ഇല്ലാത്തൊരു പ്രതിഷേധത്തിന് ഇവർ അവസരം നൽകുകയായിരുന്നു. എന്താണെങ്കിലും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എന്താണെങ്കിലും ഉണ്ട്. ആവശ്യമെങ്കിൽ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ദില്ലി പോലീസ് എന്താണെങ്കിലും ഈ പ്രതിഷേധത്തെ നേരിടുന്നത്. വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികളൊന്നുമില്ല, പക്ഷേ പോലും വിവിധ സംഘടനകൾ കീഴിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിൽ തുടരുന്ന പോലീസ് നടപടി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇനിയും പോകും എന്ന സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയതാക്കിയ പ്രതിഷേധം. ശരി, ജന്തർ മന്ദറിൽ നിന്ന് മറ്റൊരു പ്രതിഷേധം കൂടി നമ്മൾ കാണുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് വേട്ടയാടലിനെതിരെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. സമാധാനപരമായി അവർ അവിടെ പ്രതിഷേധിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ നൽകിയായിരുന്നു.